അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ജിമ്മെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചിട്ടിരിക്കുക കേട്ടോ. ഞാൻ വീട്ടിൽ വെക്കേഷനൊക്കെ പോയപ്പോൾ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നോട് വീടെത്തിയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നേ. ശരിയാണ്, ഞാൻ വീടെത്തിയ ഭയങ്കര മടിച്ചിയാണ് കേട്ടോ. എനിക്ക് കണ്ണേറ് തട്ടി നോക്കിയാൽ പറയുന്നത് കേട്ടോ. കണ്ണേറൊന്നല്ല, കുറച്ച് മടിച്ചിയ. എന്താ സംഭവം എന്നറിയോ? അപ്പോൾ ഞാൻ വെൽക്കം ചെയ്തു നമ്മുടെ ബ്ലോഗിലോട്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയാം. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയാൽ ഞാൻ പുറത്തു പോകും. അവിടെ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഇപ്രാവശ്യം ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. കല്യാണത്തിന് പോയി, എല്ലാം പോയി. എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അത് കാരണം ഞാൻ വ്ളോഗൊന്നും എടുക്കാത്തത് അത് കാരണമാണ്. ഇവിടെ വന്നാൽ പിന്നെ ഡെയിലി വ്ളോഗ് ഇങ്ങനെ ഇടുന്നു. ചിലപ്പോൾ ചിലർക്ക് ഇത് കണ്ട് മടുത്തിട്ടുണ്ടാവും, പുതിയൊരു വ്ളോഗ് കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ, കിച്ചണിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി പുതിയ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യണ വീഡിയോ അടക്കം ഞാൻ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ചായ എല്ലാം ഉണ്ടാക്കി ജിമ്മിൽ നിന്ന് വന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സുകളാണ് ഇടാറ്. അപ്പോൾ വേഗം വന്ന് ചായ ഉണ്ടാക്കി ചായ കുടിക്കുക കേട്ടോ ചെയ്ത്. അതിന് ശേഷം പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്ന് ഞാൻ ഓരോ വർക്കുകൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ബീഫ് ഫ്രൈ ആണ്. അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫുൾ റെസിപ്പിയൊക്കെ കാണിക്കാം. പിന്നെ നമ്മുടെ ബിരിയാണിയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാത്രി ഒരു 11:30 ടൈമിന് ദമ്മ് വെച്ചിട്ട് ആക്കിയെടുത്ത ബിരിയാണിയാണിത്. സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ. ഞാൻ റാവുത്തർ സ്റ്റൈലിൽ ഫസ്റ്റ് ടൈമാണ് ബീഫ് ബിരിയാണി വയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും റെസിപ്പി നോക്കാം കേട്ടോ. ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, വലിയ ജീരകം, ഇതെല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ച് മസാലകൾ ഇട്ടിട്ടാണ് ഞാൻ ബിരിയാണിക്കുള്ള ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. പിന്നെ അരി അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് എണ്ണയും നെയ്യും ഈക്വലായിട്ട് എടുത്ത ശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു 1.5 കിലോ ആണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ 6 വലിയുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചമുളകും മല്ലിയില, പുതിനയില കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അടച്ചു വെച്ചോട്ടോ, പെട്ടെന്ന് ഉള്ളിയൊന്നായി കിട്ടും. ഞാനിവിടെ ഒരു 5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 6 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഉള്ളി ആയ ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ഏകദേശം 5 സ്പൂൺ തന്നെയാണ് ചേർത്തി കൊടുക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 6 സ്പൂണൊക്കെ ചേർത്തി കൊടുത്തോ. എല്ലാം ഒരു 6 കണക്ക് വെച്ചിട്ടാണ് ഞാൻ 1.5 കിലോയ്ക്ക് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് നല്ലപോലെ വഴണ്ട് മെൽട്ടായിട്ട് വരട്ടെ. പിന്നെ ഞാൻ ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. സാധാരണ മുളക് പൊടി 1 സ്പൂണ് ചേർത്തി കൊടുത്തിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്തി എടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് ലൈറ്റ് റെഡ് കളർ കിട്ടും കേട്ടോ അങ്ങനെ ആവുമ്പോൾ. പിന്നെ നമ്മൾ വേവിച്ച ബീഫ് വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഫുള്ള് തൈരും 1 നാരങ്ങയുടെ നീര് ഫുള്ളായിട്ടും ഞാൻ പിഴിഞ്ഞതും കൂടിയാണ് വീണ്ടും ഒഴിച്ചു കൊടുത്തത്. ബീഫൊക്കെ നന്നായിട്ട് വെന്തു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരു പാത്രം അരി ഉള്ളതിൽ ഏകദേശം ഞാൻ 1.25 1.5 ഉള്ളിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമുക്കത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അരി കുതിർത്തിയത് ഒരു 10 മിനിറ്റ് കുതിർത്തി കഴുകി വാരി എടുത്തതാണ്. വെള്ളം ഇല്ലാണ്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, ഇളക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നുണ്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബീഫിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത്. നോർമൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം സ്റ്റൈല് ആ ഒരു ടൈപ്പ് ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഗതി സെറ്റായിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. ആക്ച്വലി ഇത് ഞാൻ ജിമ്മിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു.
അപ്പോൾ അവർക്കും പാക്ക് ചെയ്ത് കൊടുക്കണം, നമുക്കും കഴിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാനിതാ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, കുറച്ച് ഞാൻ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ നല്ല കേരള ബീഫ് ഫ്രൈ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കാം കേട്ടോ. അപ്പോൾ പകുതിയോളം ബിരിയാണി എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടല്ലേ, കേടൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട്. നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം കേട്ടോ. ഇതാ കാണിച്ചു തരാം ബിരിയാണി ദമ്മ് പൊട്ടിച്ച ശേഷം എപ്പടി എന്നുള്ളത്. ഇതാ ഇതുപോലെയാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഒരുപാട് കാശ്മീരി ചില്ലി പൗഡറൊന്നും ഇട്ട് കളറ് വരുത്തുന്നില്ല അത്രേ ബിരിയാണി. അതെൻ്റെ ഒരു കസിനാണ് പറഞ്ഞു തന്നത്. ഓക്കെ, ഞാനതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അതെല്ലാം ഒന്ന് കഴുകിയെടുത്ത ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് പണികളുണ്ട്. പിന്നെ എനിക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ എന്താ വീട്ടിൽ പോയാൽ മടിച്ചാണ്, കണ്ണ് തട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, നമുക്കതൊക്കെ വായിക്കാം പതുക്കെ. വീഡിയോ ഇല്ലേ ചോദിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഉണ്ടല്ലോ മുത്തേ, ഇടാം. 6 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇതാ ഞാൻ വായിക്കാം കേട്ടോ കമൻറ്റ്. ബിരിയാണി അരി തിരുപ്പിച്ചിട്ട് എടുത്ത് ഊറ്റി ദമ്മിട്ടാൽ ബിരിയാണി ഒരിക്കലും ചീത്തയാകൂല എന്ന് പറഞ്ഞു. തിരുപ്പിച്ചിട്ടോ? അതെന്താ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഹലോ ജിനു, വീഡിയോ ഇട്ടോളൂ, ടോപ്പിക് ഒന്നുമില്ലേ, കണ്ടിരിക്കാൻ രസമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ടേബിൾ ഷീറ്റ് മാറ്റിയില്ലേ ചോദിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഴയ കമൻസാണ്. അപ്പോൾ ഞാൻ ഇന്ന് ലാസ്റ്റ് ഇട്ട വീഡിയോയിലുള്ള കമൻസ് വായിക്കാം കേട്ടോ. വിഷുവിൻ്റെയൊക്കെ ടൈമിലുള്ള വീഡിയോ അല്ലേ അതിൽ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോഴൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. എവിടെ മുത്തേ ചോദിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ജിനി ദോശ ബാറ്റർ റെസിപ്പി കാണിക്കുമോ എന്ന് കാണിക്കാം കേട്ടോ. ജിനിയുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. സൂപ്പർ. ഹായ് ജിനിത്തെ ഒരു ഹായ് തരാമോ? വീഡിയോ സൂപ്പറാണ് കേട്ടോ. ഭവേന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ നിന്നാണ്. എന്തായാലും ഭവേന്ദ ഹായ് ഉണ്ട്. അത് പേരാണെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. വിഷു റെസിപ്പി സൂപ്പർ ആയിട്ടുണ്ട്, എല്ലാം എനിക്കിഷ്ടമായി. അട സൂപ്പർ, ഹാപ്പി വിഷു ജിനി. താങ്ക് യു സോ മച്ച്. കൊതിപ്പിക്കല്ലേ ഇലയട എനിക്കിഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇത്താക്ക് സുഖമാണോ? അതേ മുത്തേ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നേരത്തെ വായിക്കേണ്ട ഒരു കമൻ്റ് ആയിരുന്നു, പക്ഷേ ഞാൻ വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത് കൊണ്ട് ഞാൻ ഇപ്പോഴാണ് വായിക്കുന്നത് കേട്ടോ. ജിനി, ലാസ്റ്റ് സൺഡേ ഞാൻ പാലക്കാട് കൊല്ലങ്കോട് വന്നിരുന്നു. നെല്ലിയാമ്പതിയിലും പോയിരുന്നു. ഫ്രം മലപ്പുറം ബൈ സ്കൂട്ടി സോളോ ട്രിപ്പ്. വെരി ഗുഡ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സോളോ ട്രിപ്പ് പോകുന്നത്. നല്ല 8ൻ്റെ പണി കിട്ടി. കൈൻ്റെ റിസ്റ്റിൻ്റെ ഭാഗം സൺ ബേൺ ആയി. ഇപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയി കിടപ്പിലായി. ഇവിടുത്തെ ചൂട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. പാലക്കാട്ടുകാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീട് കൊല്ലങ്കോട് അസുഖമാണോന്നോ? കൊല്ലങ്കോട് അസുഖമാണോന്നോ? എന്താ, എനിക്ക് ഇനി രാമശ്ശേരി കൽപ്പാത്തിയൊക്കെ വരാൻ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ. എന്തായാലും ചൂടും മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സോളോ ട്രിപ്പിന് ഇറങ്ങിയാൽ മതി കേട്ടോ. ഇപ്പോഴൊക്കെ മാക്സിമം പുറത്തിറങ്ങാണ്ട് നോക്കുക. എല്ലാവരും അത് തന്നെയാണ് നോക്കേണ്ടത് കേട്ടോ. എന്താ ചൂട്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷം, അടുക്കളയിൽ നിൽക്കുമ്പോൾ അതിലേറെ. മാക്സിമം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാണ്ടിരുന്നാൽ എന്തായാലും സൺബേൺ ആകും കേട്ടോ. അപ്പോൾ മാക്സിമം അത് ശ്രദ്ധിക്കുക എല്ലാവരും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചുവാറൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. ജിനി, കയ്യിലെ ടെന്നീസ് എൽബോ എങ്ങനെയുണ്ട്? എൻ്റെ 2 കൈക്കും ടെന്നീസ് എൽബോ. 2 കൈക്കും ടെന്നീസ് എൽബോ വരാൻ ചാൻസ് കുറവാണ്. ഒരു ടൈമിൽ ഒരു കൈയിനെ വരാറുള്ളൂ, പിന്നെ അത് മാറി അടുത്ത കൈയിന് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ടെന്നീസ് എൽബോ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാറില്ല. വേദന വരും പോകും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ജിമ്മ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിൽ പോണ സമയത്ത് എന്തായാലും അത് സ്റ്റോപ്പ് ആവുന്നുണ്ട് കേട്ടോ. എനിക്കും ഇഷ്ടമാണ് അട, സുപ്രഭാതം, ഹുദ ഗവ, അങ്ങനെയൊക്കെ കുറേ. അതായത് ഞാൻ ഹുദ ഹവ എന്നിട്ടു. ഹുദ ഗവ എന്നാണോ പറയാ? അസ്സലാമു അലൈക്കും. റെസിപ്പി എല്ലാം സൂപ്പറാണോ? വലൈക്കും അസ്സലാം. ജിനിയെ പോലെ നല്ല മരുമോളെ കിട്ടാൻ ഈ ഫാമിലിക്ക് യോഗമുണ്ട്. ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ. കൂട്ടുകുടുംബത്തിൽ ജിനിയെ പോലെ പെൺകുട്ടികൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ്.
വാപ്പാനെയും ഉമ്മാനെയും മക്കളെയും ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, വീട് ക്ലീനിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഉണ്ട്. അപ്പോൾ ബീഫ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അയ്യോ കമൻറ്റ് എവിടെ പോയി, കമൻറ്റ് വായിച്ചിട്ട് ഇത് പറയാൻ മറന്നു. ബീഫിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഐറ്റംസ് മൊത്തം ഇടുക. പിന്നെ ചെറിയുള്ളി ഒരു 10-20 എണ്ണം, പച്ചമുളക്, കറിവേപ്പില ഇടുക കേട്ടോ. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, ഈ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഒത്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ട, അത്യാവശ്യം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇതുപോലെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണം വരും കേട്ടോ. ഇനി അടച്ച് വയ്ക്കുക, ഒരു 4-5 വിസിലടുപ്പിക്കുക. ഫുൾ ഫ്ലെയിം വെച്ചോ. അത് പോയ ശേഷം കംപ്ലീറ്റ് ആവി പോയ ശേഷം ഇങ്ങനെ കിട്ടും കേട്ടോ നമ്മുടെ ബീഫ്. ഇതിന് നമ്മളിങ്ങനെ വറ്റിച്ച് കൊണ്ടുവരണം. ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഗ്യാസൊന്നും തീർന്നില്ല. പിന്നെ നമ്മുടെ തേങ്ങക്കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് വറ്റിച്ച് കൊണ്ടുവരണം. കറിവേപ്പില, പച്ചമുളകൊക്കെ അങ്ങനെ മുറിച്ച് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഈ ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട്. പിന്നെ എണ്ണയിലോട്ട് ഇച്ചിരി ഒലുവ പൊട്ടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ പറഞ്ഞ പോലെ ബീഫ് ഇട്ട് കൊടുക്കാൻ. കറിവേപ്പില ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ലുക്ക് ആകുമ്പോഴത്തേക്കും ഇച്ചിരി കുരുമുളക് പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എരിവിന് വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മുറുക്കി കൊണ്ടുവന്ന് ഈ ഒരു ലെവലായിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രെഡും ബീഫും കഴിക്കുക കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് എല്ലാറ്റിൽക്കും. പിന്നെ ചായയൊക്കെ ഉണ്ടാക്കി, ഇനി ചായ എല്ലാം കുടിച്ച് സെറ്റാവണം കേട്ടോ. അങ്ങനെ വേഗം ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ശേഷം കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞ് തുണികൾ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വ്ളോഗ് കുറച്ച് പഴയതാണ്. ഞാൻ വീട്ടിലൊക്കെ പോണതിന് മുമ്പുള്ള വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കംഫർട്ട് നെയ്റ്റിയാണ്. അതുകൊണ്ട് ഒരു 6-7 നെയ്റ്റി മേടിച്ചിട്ട് വന്നേക്കുവാണ്. ഇനിയിപ്പോൾ ചുരിദാറിൽ എന്നെ കാണണമെങ്കിൽ മഴക്കാലം വരണം തോന്നുന്നു കേട്ടോ. അതുവരെ നെയ്റ്റിയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ. അങ്ങനെ തുണികളൊക്കെ ഉണങ്ങാനിട്ടു. പിന്നെ വേഗം പോയിട്ട് ഞാൻ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ചീര കുറച്ച് വലിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാങ്ങ കൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരു കറി ഉണ്ടല്ലോ, അപ്പോൾ അതും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും അവർ ബീഫ് കഴിക്കില്ലല്ലോ, അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ചിക്കന് ഞാൻ ഇന്നലെ വെച്ചത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ അവർക്ക് ചിക്കൻ കഴിക്കണ്ടേ, അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം ചീരയൊക്കെ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷു വ്ളോഗിൽ പടക്കം ഇപ്പോൾ പൊട്ടും എന്ന് ആലോചിച്ച് പടക്കം പൊട്ടിയില്ല എന്നായിരുന്നു കമൻറ്റ് പറയണം. ഞങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അവസാനം കൈയൊക്കെ നന്നായി പൊള്ളി, പടക്കമൊന്നും പൊട്ടിയില്ല കേട്ടോ. അത് വേറെ കാര്യം. പടക്കം ഉണ്ടായിരുന്നില്ല, കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ ആക്കിയപ്പോഴാണ് എൻ്റെ കൈ പൊള്ളിയത് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റല്ലേ പോയി മേടിച്ചത്, അടുത്ത പ്രാവശ്യം നല്ല സെറ്റപ്പിൽ പോയി മേടിക്കണം. അങ്ങനെ വേഗം ഞാൻ ഉപ്പേരി ഉണ്ടാക്കുകയാണ് ചീര വെച്ചിട്ട്. പിന്നെന്താണ്, വാട്ട് ഈസ് ഹുദ ഹവ, ഇറ്റ് ഷുഡ് ഖുദ ഹവ അല്ലേ? ഓക്കെ, എനിക്കറിയില്ല, ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണല്ലേ. ഐ റിയലി മിസ് യു ജിനി, താങ്ക് യു സോ മച്ച്. എന്നെ മിസ് ചെയ്യണേന് കേട്ടോ. പിന്നെ ജിനി സുഖമാണോ? മക്കളൊക്കെ ഉപ്പയും ഉമ്മയും സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ചീര ഉപ്പേരി സെറ്റായിട്ടുണ്ട്. തൊടി മൊത്തം ചീര ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വലിയ വെജിറ്റബിളൊന്നും മേടിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ മാങ്ങയുടെ സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്. സൂപ്പർ വീഡിയോ, കറിയെല്ലാം സൂപ്പർ, പായസം അടിപൊളി പറയുന്നുണ്ട്, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇതും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൽ നമ്മുടെ പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട്. ചൂടുണ്ടാവും. എന്ത് പായസ പറ, അറിയുന്നില്ല എന്തൊക്കെയുള്ളത്. പൈനാപ്പിളും ക്യാഷും ഇഷ്ടായോ? സെറ്റ് ആയിട്ടുണ്ടോ? തണുപ്പിച്ച അതിനെ സെറ്റ് ആവൂല്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പായസം. അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അട എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാനിവിടെ പൈനാപ്പിൾ വെച്ചിട്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. വിഷുവിന് ഞാൻ അടപ്രഥമന് പാലടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ശർക്കര ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം വ്യൂ വന്ന ഒരു പായസമാണ് കേട്ടോ. ഇൻസ്റ്റയിൽ നല്ലപോലെ വ്യൂ വന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ ഞാൻ മോരുകറി ഉണ്ടാക്കിയത്. ഇന്ന് ചെറിയൊരു പൈനാപ്പിളിൻ്റെ പീസ് ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ. 2 പൈനാപ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വിഷുവിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാൻ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. വിഷു സ്പെഷ്യൽ പറഞ്ഞ് ഉണ്ടാക്കിയതല്ലേ, പക്ഷേ വീഡിയോ എപ്പോഴാണല്ലേ ഞാൻ ഇടുന്നത്, ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോൻ്റെ എൻഡിൽ ഞാനൊരു സംഭവം കൊടുക്കാം, ആ വീഡിയോ കണ്ടിട്ട് അതിൽ നമ്പറും കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ജ്വല്ലറി ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഇൻസ്റ്റയുള്ളവർ നമ്മുടെ ഇൻസ്റ്റ പേജിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി ഷെയർ ചെയ്തിട്ട് 3 പേർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചെയ്യണവർക്ക് 13-ാം തീയതി നമ്മൾ വിന്നേഴ്സിനെ അതിന് സെലക്ട് ചെയ്യും. ഒരു കുഞ്ഞു ജ്വല്ലറി ബോക്സ് കൊടുക്കും കേട്ടോ. അങ്ങനെ നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞതാക്കി മുറിച്ച് നമ്മുടെ പൈനാപ്പിൾ അതിൽ തന്നെ കുറച്ച് അരച്ചും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് വെന്ത ശേഷം വീണ്ടും ഒന്ന് അരച്ചിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ നന്നായി വേവിച്ച ശേഷം അടയില്ലേ, ഞാൻ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ച അട, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനി ശർക്കര അരിച്ച് കണ്ട് ഒഴിക്കുക കേട്ടോ. വീണ്ടും നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഈ ഒരു ശർക്കരയും പൈനാപ്പിളും കൂടി. അതിനുശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ കൈ എടുക്കാനേ പറ്റില്ല കേട്ടോ. നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 2ാം പാല് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം സ്പൂൺ അവിടുന്ന് ഇളക്കരുത് കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും വരുന്നൊരു മിസ്റ്റേക്ക് ഇതാണ് കേട്ടോ. എന്നിട്ട് കുറുക്കി തന്നെ എടുക്കണം. 2ാം പാല് ചേർത്തിട്ട് ഞാൻ അതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എൻ്റെ ഒരു ഇതിന് ആഡ് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ കുറുക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിനി ഈ ഒരു ലെവലായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്നും കൂടി കുറുക്കി കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും കുറുക്കാം. ഇനി പിരിയും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഞാൻ അടച്ച് വെച്ച് കുറച്ച് ചൂടാറിയ ശേഷം മാത്രമാണ് 1ാം പാൽ ഒഴിച്ചത്. 1ാം പാൽ ഒഴിച്ചിട്ട് ഞാൻ ഉടനെ ഒന്നും സ്പൂണ് മാറ്റിയില്ല, അങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. ലാസ്റ്റായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാനതിൽ വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സംഗതി സെറ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇടയിലിങ്ങനെ ആ അടയൊക്കെ കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അട ഇട്ടിട്ടൊന്ന് പരീക്ഷണം നടത്തിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ആളുടെ റിയാക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ചൂടുണ്ടാവും. എന്ത് പായസാ പറ, അറിയുന്നില്ല എന്തൊക്കെയല്ലുള്ളത്. പൈനാപ്പിളും ക്യാഷും ഇഷ്ടായോ? സെറ്റ് ആയിട്ടുണ്ടോ? തണുപ്പിച്ച അതിനെ സെറ്റ് ആവൂല്ലേ? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പായസം. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിയത് പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനും കൂടിയായിരുന്നു. അപ്പോൾ പായസം അതുപോലെ ഒരു ബോക്സിലാക്കി. പിന്നെ ഞാൻ മാംഗോ വെച്ചിട്ടൊരു മധുരമൊക്കെ ഉള്ള ഒരു പിക്കിൾ പോലൊരു സംഭവം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ പാക്ക് ചെയ്തു. പിന്നെ സാലഡ് ഉണ്ടാക്കി കേട്ടോ, നമ്മുടെ പൈനാപ്പിളൊക്കെ ഇട്ടിട്ടുള്ള സാലഡാണ്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായില്ല. ഞാൻ മിക്സിയുടെ ജാറിലെല്ലാം കൂടെ അടിച്ചെടുത്തുകൊണ്ടാണ്. നമ്മുടെ ബീഫ് ഫ്രൈ സെറ്റായിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ബോക്സിലാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഹീറ്റാക്കിയിട്ടാട്ടോ ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ബിരിയാണി ഇതുപോലെ കാസറോളിൽ ചൂടാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 കാസറോള് ബിരിയാണി അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് പാർസലാക്കി, അത്ര തന്നെ. അവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിക്കൻ്റെ ഒരു റെസിപ്പി വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ചിക്കനിലോട്ട് വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാലയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഉള്ളിയൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും ടേസ്റ്റിൽ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ പതുക്കെ ചെറിയ തീയിൽ വേവിച്ച് ഇതിൽ വെള്ളം വരും. ആ വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാവും. എനിക്ക് ചോറിൽക്ക് ചപ്പാത്തിക്ക് എല്ലാറ്റിൽക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതും ചപ്പാത്തി ദാൽ ഫ്രൈയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ആ വെള്ളമൊക്കെ അതിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്യാപ്സിക്കം കൂടെ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. സംഗതി അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കഴിഞ്ഞു എന്നും പറഞ്ഞ് സ്കിപ്പ് ചെയ്യണ്ട. ഞാൻ പറഞ്ഞ ഒരു ഗിവ് അവേ ഇല്ലേ, അത് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്ലാത്തവർ കാണാത്തവരുണ്ടാവുമല്ലോ, ലോങ് വീഡിയോ മാത്രം കാണുന്നവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. പിന്നെ കമൻറ്റ് ബോക്സിൽ ഞാൻ റൂളും കാര്യങ്ങളും അവരുടെ നമ്പറും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ജ്വല്ലറി ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. പണ്ട് ഒട്ടും ഇഷ്ടമല്ലാത്ത കുറേ ജ്വല്ലറി ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് മൾട്ടി കളർ സ്റ്റോൺ ചെയിനാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലത്തെ ഒത്തിരി ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഗ്ലിമോറ ജ്വൽസിൽ കേട്ടോ. കുട്ടി കുട്ടി മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതുപോലെ കഫ് ബാംഗിൾസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അതെല്ലാം. അപ്പോൾ കൂടുതൽ എൻക്വയറി ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ പേജ് ഇവിടെ കൊളാബ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ബോ ചെയിന്, ഫ്ലവർ ചെയിൻ, ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ സംഭവം. ഇവരുടെ പേജിൽ ഒരുപാട് കമ്മലിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ, ഞാൻ വഴി കാണിക്കാം. അതുപോലെ തന്നെ ഈവിളായി ബാംഗിൾ ഇഷ്ടമാണോ, നല്ല ഭംഗിയിലുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കല്യാണത്തിൻ്റെ സീസണൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ചെറിയൊരു ഗിവ് അവേ കൂടി ഉണ്ട്. എൻ്റെ പേജും അതുപോലെ ഗ്ലിമോറയുടെ പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് 3 പേർക്ക് ഷെയർ ചെയ്തിട്ട് കമൻറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു ക്യൂട്ട് ജ്വല്ലറി ബോക്സ് നിങ്ങളുടെ കയ്യിലെത്തും. നമ്മൾ കമൻറ്റ് വഴി ആളെ പിക്കും. അതുപോലെ തന്നെ വിന്നറെ നമ്മൾ ഗ്ലിമോറയുടെ പേജിൽ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബൈ.